നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് തൃശൂർ ഈസ്റ്റ് മേഖലാ സമ്മേളനം ചേർന്നു. രാവിലെ 9:30 മേഖലാ പ്രസിഡന്റ് MP തോമസ് പതാക ഉയർത്തി. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ രോഗത്തെ തുടർന്ന് പൂനെയിൽ വെച്ചായിരുന്നു അന്ത്യം. മാടത്തത്ര വൈദ്യുതി സബ്സ്റ്റേഷനിൽ പൊട്ടിത്തെറി. ഒല്ലൂർ, തൃശൂർ, മലപ്പുറം ഭാഗങ്ങളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. തൊഴിലുറപ്പ് തൊഴിൽ ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാർ നിയമത്തിനെതിരെ NREGWU മാടത്തത്ര പഞ്ചായത്ത് കമ്മിറ്റി പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. ഇരിട്ടിയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന ആനക്കൊമ്പ് മാന്നാമംഗലം വനപാലകർ പിടികൂടി. വിശദമായ വാർത്തകളിലേക്ക്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് തൃശൂർ ഈസ്റ്റ് മേഖലാ സമ്മേളനം ചേർന്നു. രാവിലെ 9:30 മേഖലാ പ്രസിഡന്റ് MP തോമസ് പതാക ഉയർത്തി. പട്ടിക്കാട് ഹൈവേ പാലസ് ഇന്നിൽ നടന്ന 15ാമത് സമ്മേളനം COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 9 വർഷമായി സംഘടന നിരവധി പേരെ അണിനിരത്തിക്കൊണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു വരികയാണെന്നും ഇതിന്റെ ഭാഗമായി നിരവധി നേട്ടങ്ങൾ ഉണ്ടായി എന്നും ഇനിയും പുതിയ മാറ്റങ്ങൾക്കായും പുതിയ പദ്ധതികൾക്കായും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ രാജ്മോഹൻ മാമ്പ്ര പറഞ്ഞു. അസോസിയേഷന്റെ കീഴിൽ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി രൂപം നൽകിയ KCCL, KCBL, KVBL, സിഡ്കോ എന്നീ കമ്പനികൾ സംഘടനയ്ക്ക് മുതൽക്കൂട്ടാണെന്ന് സമ്മേളനം വിലയിരുത്തി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് വിജയിച്ച COA മുൻ മേഖലാ സെക്രട്ടറിയും നിലവിൽ എക്സിക്യൂട്ടീവ് അംഗവുമായ ഗോപാലകൃഷ്ണനെ ചടങ്ങിൽ പൊന്നാടയിട്ടും മെമന്റോ നൽകിയും ആദരിച്ചു. സെന്റിനറി ചെയർമാൻ ആന്റോ വി മാത്യു സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ COA മേഖലാ പ്രസിഡന്റ് MP തോമസ് അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി നൈബി VK, മേഖലാ ട്രഷറർ ജിയോ ജോൺസൺ, സെന്റിനറി ഡയറക്ടർ ഷിബു TP, COA ജില്ലാ സെക്രട്ടറി ആന്റണി, ജില്ലാ പ്രസിഡന്റ് സുഭാഷ് TD, സംസ്ഥാന കമ്മിറ്റി അംഗം VP ബിജു, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജേക്കബ് ജെറോം, സെന്റിനറി MD ബീന B മേനോൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് COA തൃശൂർ ഈസ്റ്റ് മേഖലാ പ്രസിഡന്റായി MP തോമസിനെയും വൈസ് പ്രസിഡന്റായി ML റപ്പായിയെയും സെക്രട്ടറിയായി VK നൈബിയെയും ജോയിന്റ് സെക്രട്ടറിയായി അനിൽകുമാറിനെയും ട്രഷററായി ജിയോ ജോൺസണെയും സമ്മേളനം തിരഞ്ഞെടുത്തു. പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് ഇപ്പോ ഇവിടെ ഈ തൃശൂർ ഈസ്റ്റ് മേഖലയുടെ സമ്മേളനവും വളരെ ചിട്ടയോടുകൂടി അച്ചടക്കത്തോടുകൂടി സമയബന്ധിതമായിട്ട് നിങ്ങൾ പ്രാരംഭം കുറിച്ചത്. അതിൽ മറ്റൊരു സന്തോഷകരമായ കാര്യം, ഇവിടെ പല മേഖലകളിലും സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മേഖലയിൽ ഇവിടെ 5 ഓപ്പറേറ്റർമാരായിട്ടുള്ള 5 സഹോദരികൾ നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരെ ഈ കേബിൾ അസോസിയേഷന് വേണ്ടി ഞാൻ ആദ്യമായിട്ട് അഭിവാദ്യം ചെയ്യുക. ഇതിവിടെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, സ്വാഗതത്തിൽ ആന്റോ ആമുഖമായിട്ട് കുറെ കാര്യങ്ങൾ പരാമർശിച്ചു പോയിട്ടുണ്ട്. നമ്മൾ 30 വർഷത്തോളമായിട്ട് ഈ സംഘടന വളരെ കൃത്യമായിട്ട് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങളാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. അവിടെ നമ്മുടെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുവാനും അത് പരിഹരിക്കുവാനുള്ള നിർദ്ദേശങ്ങളായിട്ട് നിങ്ങളുടെ ഭാഗത്തുള്ള സജഷൻസ് ഏറ്റുവാങ്ങുവാനും ഒക്കെയാണ് ഇവിടെ ഈ വേദിയിൽ ഞങ്ങളെ പോലെയുള്ള നേതൃത്വം ഇന്നിവിടെ പങ്കെടുക്കുന്നത്. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് പൂനെയിൽ വെച്ചായിരുന്നു അന്ത്യം. മകൻ സിദ്ധാർത്ഥ് ഗാഡ്ഗിലാണ് പിതാവ് അന്തരിച്ച വാർത്ത അറിയിച്ചത്. ദുഃഖകരമായ വാർത്ത പങ്കിടുന്നതിൽ തനിക്ക് വളരെ ഖേദമുണ്ടെന്നും തന്റെ പിതാവ് മാധവ് ഗാഡ്ഗിൽ കഴിഞ്ഞ ദിവസം രാത്രി പൂനെയിൽ വെച്ച് ചെറിയ ഒരു അസുഖത്തെ തുടർന്ന് അന്തരിച്ചുവെന്നുമായിരുന്നു സിദ്ധാർത്ഥ ഗാഡ്ഗിൽ അറിയിച്ചത്. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലിന്റെ നിര്യാണത്തിൽ സർവോദയ ദർശൻ അനുശോചനം രേഖപ്പെടുത്തി.
ഗാന്ധിയൻ അടിസ്ഥാന സമീപനത്തെ മുറുകെ പിടിച്ച ജനകീയ ശാസ്ത്രജ്ഞൻ ഏതൊരു പദ്ധതി ആവിഷ്കരിക്കുമ്പോഴും ഏറ്റവും പാവപ്പെട്ട മനുഷ്യന് അത് എപ്രകാരം പ്രയോജനം ചെയ്യുമെന്ന് വിലയിരുത്തണമെന്നും അവരുടെ അനുമതിയും പങ്കാളിത്തവും ഉറപ്പുവരുത്തണമെന്നും സമസ്ത ജീവജാലങ്ങളെയും പരിഗണിക്കണമെന്നുമുള്ള ഗാന്ധി മാർഗ സമീപനം അവസാന നിമിഷം വരെ മുറുകെ പിടിച്ച സർവോദയ മനസ്സുള്ള ജനകീയ ശാസ്ത്രജ്ഞനായിരുന്നു മാധവ് ഗാഡ്ഗിൽ എന്ന് സർവോദയ ദർശൻ ചെയർമാൻ എം പീതാംബരൻ മാസ്റ്റർ അനുസ്മരിച്ചു. പ്രസിദ്ധ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലിന്റെ നിര്യാണത്തിൽ സർവോദയ ദർശനം ഗാന്ധിമാർഗ സംഘടനകളും അനുശോചനം അറിയിക്കുകയാണ്. ഗാന്ധിജിയുടെ സമീപനം അടിസ്ഥാന ദർശനമായി സ്വീകരിച്ച ജനകീയ ശാസ്ത്രജ്ഞനായിരുന്നു ശ്രീ മാധവ് ഗാഡ്ഗിൽ. ഏതൊരു വികസന പദ്ധതിയും ആവിഷ്കരിക്കുമ്പോഴും ആ പ്രദേശത്തെ ജനങ്ങളെ കണക്കിലെടുക്കണമെന്നും അവരുടെ കൂടി അംഗീകാരത്തോടും പങ്കാളിത്തത്തോടും കൂടി വേണം പദ്ധതികൾ ആവിഷ്കരിക്കാൻ എന്നാണ് മാധവ് ഗാഡ്ഗിൽ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഗാന്ധിജി നിർദ്ദേശിച്ച പോലെ തന്നെ ഏതൊരു പദ്ധതിയും തുടങ്ങുമ്പോൾ ആ പ്രദേശത്തെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യനെ മനസ്സിൽ ധ്യാനിച്ച് അത്തരമൊരാൾക്ക് ഉപകാരം ഉണ്ടാകുന്നതാണോ ഈ പദ്ധതി എന്ന് ചിന്തിക്കുന്ന ഒരു ശൈലി മാധവ് ഗാഡ്ഗിലിനും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഗാന്ധിയൻ രീതി അനുസരിച്ച് മനുഷ്യർക്ക് മാത്രമല്ല മുഴുവൻ ചരാചരങ്ങൾക്കും മുഴുവൻ സസ്യജാലങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും ആ പദ്ധതി എപ്രകാരം പ്രയോജനപ്പെടുന്നു എന്നുകൂടി സമഗ്രമായി പരിഗണിക്കുന്ന ഒരു ഗാന്ധിയൻ സർവോദയ വികസന സമീപനം കൈക്കൊണ്ടിരുന്ന അവസാന നിമിഷം വരെ അത് കാത്തുസൂക്ഷിച്ചിരുന്ന ഒരു ജനകീയ ശാസ്ത്രജ്ഞനായിരുന്നു മാധവ് ഗാഡ്ഗിൽ എന്ന് ആദരപൂർവം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മാടക്കത്ര സബ്സ്റ്റേഷനിൽ പൊട്ടിത്തെറി, വൈദ്യുതി ബന്ധം നിലച്ചു. രാത്രി 7:30 സബ്സ്റ്റേഷനിൽ തകരാർ സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിക്കാണ് മാടക്കത്ര 400 kV സബ്സ്റ്റേഷനിൽ പൊട്ടിത്തെറി ഉണ്ടായത്. തൃശൂർ നഗരവും പ്രാന്തപ്രദേശങ്ങളും ഒല്ലൂർ നിയോജക മണ്ഡലവും തൃശൂർ ജില്ലയുടെ വടക്കൻ മേഖലയിലെ ഷൊർണൂർ, മലപ്പുറം ജില്ലയിലെ മഞ്ചേരി വരെയുള്ള ഭാഗങ്ങളും ഇരുട്ടിലായി. മാടക്കത്ര 400 kV സബ്സ്റ്റേഷനിലെ 220 kV ലൈനിലാണ് തകരാർ സംഭവിച്ചത്. 10 മണിയോടെ തകരാർ പരിഹരിച്ച് ചിലയിടങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചുവെങ്കിലും മറ്റിടങ്ങളിലേക്കുള്ള വൈദ്യുതി അർദ്ധരാത്രിയിലും ഇന്ന് രാവിലെയുമാണ് പുനഃസ്ഥാപിച്ചത്. വൈദ്യുതി പുനഃസ്ഥാപിച്ചുവെങ്കിലും ലൈനിലെ തകരാർ പരിഹരിക്കാൻ 3 ദിവസമെങ്കിലും വേണമെന്ന് KECB അധികൃതർ അറിയിച്ചു. പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ നിർമ്മിതിക്ക് 1 കോടി രൂപയെന്ന് മന്ത്രി കെ രാജൻ. പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 1 കോടി രൂപയുടെ അനുമതി ലഭിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. പുതിയ കെട്ടിട നിർമ്മാണത്തിനായിട്ടാണ് ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. മുൻപ് അനുവദിച്ച 2 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായി. നിലവിലിപ്പോൾ ആകെ 3 കോടി രൂപ കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾക്കായി ലഭിച്ചിരിക്കുന്നു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി പട്ടിക്കാട് സ്കൂളിന്റെ പുരോഗതിക്കായി സമഗ്രമായൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാണ് മുന്നോട്ടു പോകുന്നത് എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. പുതിയ കെട്ടിടങ്ങൾ, ലാൻഡ്സ്കേപ്പ്, പുതിയ സ്റ്റേജ്, ലൈബ്രറി, ലാബ് തുടങ്ങിയവ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണമേന്മ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ ഒല്ലൂർ വിദ്യാഭ്യാസ സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായാണ് പ്രവർത്തനങ്ങൾ തുടരുന്നതെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. ശക്തമായ കാറ്റിൽ വലക്കാവ്, തെങ്ങ് കടപുഴകി വീണ് 4ഓളം വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. നടത്തറ പഞ്ചായത്ത് പരിധിയിലെ വലക്കാവ് പാലത്തിനു സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് തെങ്ങാണ് ശക്തമായ കാറ്റിൽ കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് വീണത്. വ്യാഴാഴ്ച രാവിലെയായിരുന്നു സംഭവം. തെങ്ങ് വീണ് സമീപത്തെ 4ഓളം പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. റോഡിന് കുറുകെ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണ് വലക്കാവ് മൂർക്കനിക്കര റോഡിൽ ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി. വൈദ്യുതി വകുപ്പ് ജീവനക്കാർ എത്തി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് തകരാർ പരിഹരിച്ചത്. വിവരമറിഞ്ഞ് നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ് സ്ഥലത്തെത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. ഉച്ചയോടെയാണ് ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചത്. തൊഴിലുറപ്പ് തൊഴിലില്ലാതാക്കുന്ന കേന്ദ്ര സർക്കാർ നിയമത്തിനെതിരെ NREGWU മാടക്കത്ര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പനമ്പിള്ളി പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും CPIM ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് MS പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സണ്ണി ചെന്നിക്കര, സാജൻ പോൾ, സുകന്യ ബൈജു, KP പ്രശാന്ത്, അരുൺ AS, ജെയ്മി ജോർജ് എന്നിവർ സംസാരിച്ചു. കേന്ദ്ര ഭരണാധികാരികളുടെ ശ്രദ്ധയിലേക്ക് നമ്മുടെ ആവശ്യത്തെ ഉന്നയിക്കുക. ആ ആവശ്യത്തെ ഉന്നയിച്ച് ഇതിന്റെ എല്ലാ മേഖലയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിവിധ മേഖലകളിൽ കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ ചവിട്ടിയരയ്ക്കുമ്പോഴും
തകരാതെ നിൽക്കുന്നത്, തളരാതെ നിൽക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് അവരെ ചേർത്ത് പിടിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് 1 രൂപ പോലും സഹായിച്ചില്ല നമ്മളെ. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കേരള മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന യാത്ര ജനുവരി 10-ന് തൃശൂർ ജില്ലയിൽ സ്വീകരണം നൽകുമെന്ന് സയ്യിദ് ഫസൽ തങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 11 മണിക്ക് പേൾ റീജൻസിയിൽ ജില്ലയിലെ പ്രമുഖരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് 4 മണിക്ക് ചാവക്കാട് മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ചേരുന്ന സമ്മേളനം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. MP-മാർ, MLA-മാർ, ജനപ്രതിനിധികൾ, മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ PU അലി, CV മുസ്തഫ സഖാഫി, MS മുഹമ്മദ് ഹാജി എന്നിവരും പങ്കെടുത്തു. 9ാമത് ഇന്റർനാഷണൽ ഫോക്ലോർ ഫിലിം ഫെസ്റ്റിവൽ ജനുവരി 15-ന് സെന്റ് തോമസ് കോളേജ് മെഡ്ലിക്കോട്ട് ഹാളിൽ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 15 മുതൽ 22 വരെ തൃശൂരിലെ 15 വേദികളിലായി 86 രാജ്യങ്ങളിൽ നിന്നുള്ള 450-ൽ പരം ഹ്രസ്വ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപയാണ്. MP സുരേന്ദ്രൻ, ഡോക്ടർ K ഗോപിനാഥൻ, ഡോക്ടർ P രഞ്ജിത്ത്, ഫാദർ ഫിജോ, ചെറിയൻ ജോസഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ കോർപ്പറേഷൻ BJP കൌൺസിലർമാർക്ക് BJP തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. BJP തൃശൂർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻ മാഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു,
മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, മേഖലാ സെക്രട്ടറി പ്രിന്റു മഹാദേവ്, സംസ്ഥാന സമിതി അംഗം MS സമ്പൂർണ, BMS ജില്ലാ പ്രസിഡന്റ് സേതു തിരുവെങ്കിടം, മുൻ ജില്ലാ പ്രസിഡന്റ് AC കൃഷ്ണൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി ബിമേഷ് എന്നിവർ പ്രസംഗിച്ചു. കൌൺസിലർമാരായ പൂർണിമ സുരേഷ്, വിൻഷി അരുൺകുമാർ, രഘുനാഥ് സി മേനോൻ, കൃഷ്ണമോഹൻ, വിനോദ് കൃഷ്ണ, അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ, പത്മിനി ഷാജി, മുംതാസ് എന്നിവർ സ്വീകരണത്തിന് നന്ദി അറിയിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്പോർട്സ് മീറ്റ് ഫെബ്രുവരി 10 മുതൽ ആരംഭിക്കുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ VP ജഗതിരാജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 10 തൃശൂർ അക്വാട്ടിക് കോംപ്ലക്സിൽ നീന്തൽ മത്സരങ്ങൾ നടത്തും. ഫെബ്രുവരി 17 തൃശൂർ സായ് സെന്ററിൽ വോളിബോൾ മത്സരങ്ങളും നടത്തും. അത്ലറ്റിക്സ്, ഫുട്ബോൾ മത്സരങ്ങൾ എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ G സുഗുണൻ, ഡോക്ടർ റെനോ സെബാസ്റ്റ്യൻ, ഡോക്ടർ NA ജോമോൾ എന്നിവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. മൂർക്കരക്കര സജി ഫാബ്രിക്സിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വാർഷിക ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. മനം നിറയുന്ന വസ്ത്രങ്ങൾ കൈ നിറയെ വാങ്ങാനുള്ള അവസരം. യഥാർത്ഥ ഡിസ്കൗണ്ട് സെയിലിന്റെ വിശ്വാസം നേരിട്ടറിയൂ. ടോപ്പ്, കുർത്തീസ്, ഷർട്ട്, കിഡ്സ് വെയർ എന്നിവയുടെ ക്ലിയറൻസ് സെയിൽ. സാരി, റണ്ണിംഗ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ്, സ്പോർട്സ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ. സജി ഫാബ്രിക്സ്, മൂർക്കരക്കര. ഫോൺ 7306743585. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ ഇരിട്ടിയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന ആനക്കൊമ്പുമായി 2 പേർ വനം വകുപ്പിന്റെ പിടിയിൽ. ചാലക്കുടി മാരാംകോട് സ്വദേശികളായ വിദേത്ത് വീട്ടിൽ ജിബിൻ, പൊന്നാനി വീട്ടിൽ ലിബിൻ എന്നിവരാണ് മാന്നാമംഗലം വനം വകുപ്പിന്റെ പിടിയിലായത്. ആനക്കൊമ്പ് കൊണ്ടുവന്ന കാറും കസ്റ്റഡിയിലെടുത്തു. വനം ഇന്റലിജൻസ് സംഘമാണ് ഇവരെ തൃശൂരിൽ നിന്ന് പിടികൂടി മാന്നാമംഗലം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത്. തൃശൂർ വനം ഇന്റലിജൻസ് റേഞ്ച് ഓഫീസർ MA അനീഷ്, പട്ടിക്കാട് റേഞ്ച് ഓഫീസർ പ്രജി AC, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ M ഷാജഹാൻ, സെഷൻ ഫോറസ്റ്റ് ഓഫീസർ MM ബിനു, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ PS സദീപ്, PB ദിലീപ്, ബേസിൽ ജേക്കബ്, KV സദീപ്, ഫോറസ്റ്റ് ഡ്രൈവർ പ്രദീപ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വോയ്സ് ഓഫ് ഡിസേബിൾഡ് തൃശൂർ ജില്ലാ സംഗമം ജനുവരി 14 ആളൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഗവർണർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. MLA ടൈസൺ, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ചലച്ചിത്ര താരങ്ങൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്ന 12,000 കിലോമീറ്റർ ദൂരമുള്ള റെഡ് ഫ്ലാഗ് ഓഫ് നടക്കും. ഭിന്നശേഷി വ്യക്തികളുടെ കഴിവുകളും അവകാശങ്ങളും സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. വാർത്താ സമ്മേളനത്തിൽ VN സുനീഷ്, മുഹമ്മദ് റാഫി, PA സൂരജ്, PG രത്നം, OY അബ്ദുൾ മനാഫ്, PA റഹ്മാൻ എന്നിവർ പങ്കെടുത്തു. മദ്യനിരോധന സമിതി രൂപം കൊള്ളുന്നതിന് മുൻപ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ തൃശൂരിലെ ബഹുമുഖ പ്രതിഭയായ ബേബി മൂക്കൻ പൊതുപ്രവർത്തകർക്ക് മാതൃകയാണെന്ന് തൃശൂർ മുൻ മേയർ രാജൻ ജെ പല്ലൻ പ്രസ്താവിച്ചു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മദ്യവിമോചന മഹാസഖ്യം നൽകുന്ന സുവർണ ജൂബിലി പുരസ്കാരം ബേബി മൂക്കന് സമർപ്പിക്കുന്ന ചടങ്ങ് സാഹിത്യ അക്കാദമി വൈലോപ്പിള്ളി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സെന്റ് തോമസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ദേവസി പന്തുല്ലുകാരനും ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിലും ചേർന്ന് ബേബി മൂക്കന് പൊന്നാട ചാർത്തി. പ്രമുഖ ചരിത്രകാരൻ ഡോക്ടർ ജോർജ് മേലാച്ചേരി പുരസ്കാരം സമർപ്പിച്ചു. തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ മംഗളപത്രം നൽകി. ദീപിക ദിനപത്രം മുൻ ബ്യൂറോ ചീഫ് ഫ്രാങ്കോ ലൂയിസ് മംഗളപത്രം വായിച്ചു. കലാസദൻ പ്രസിഡന്റ് ബാബു ജെ കവരക്കാട്ട്, മദ്യവിമോചന മഹാസഖ്യം സംസ്ഥാന ജനറൽ സെക്രട്ടറി KA മഞ്ജുഷ, സ്ലം സർവീസ് സെന്റർ പ്രസിഡന്റ് ജോയ് പോൾ കൂനംപ്ലാക്കൽ, അർണോസ് ഫോറം പ്രസിഡന്റ് ജോൺ കള്ളിയത്ത്, ഹാർമണി ഫെസ്റ്റിവൽ കമ്മിറ്റി പ്രസിഡന്റ് ജോൺ കാഞ്ഞിരത്തിങ്കൽ,
സംസ്കാര സാഹിതി ജില്ലാ സെക്രട്ടറി വി അനിൽകുമാർ, സെന്റ് തോമസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഇഗ്നേഷ്യസ് ആന്റണി, ചിട്ടി അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ CL ഇഗ്നേഷ്യസ്, പ്രിന്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി രവി പുഷ്പഗിരി, മദ്യവിമോചന മഹാസഖ്യം തൃശൂർ ജില്ലാ സെക്രട്ടറി ബിന്ദു ജി മേനോൻ എന്നിവർ പ്രസംഗിച്ചു. കല്ലിടുക്ക് സർവീസ് റോഡ് തകർന്നു, അപകട ഭീഷണി. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ പാലക്കാട് ഭാഗത്ത് നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൽ അണ്ടർ പാസേജ് കഴിഞ്ഞതിന് ശേഷം രണ്ടിടങ്ങളിലായി ടാറിംഗ് ഇളകി നീങ്ങി കുഴികൾ രൂപപ്പെട്ടു. 2 ഇരുചക്ര വാഹനങ്ങൾ കുഴികളിൽപ്പെട്ട് മറിഞ്ഞു വീണു. ബൈക്ക് ഓടിച്ചവർക്ക് പരിക്കുകൾ സംഭവിച്ചു. ഇതേ പ്രദേശത്ത് 1 മാസം മുൻപ് സമാനമായ സംഭവം ഉണ്ടായി. ഇത് കരാർ കമ്പനി നന്നാക്കി. അതിന് തൊട്ടടുത്താണ് ഇപ്പോൾ റോഡ് പൊളിഞ്ഞിട്ടുള്ളത്. സംഭവം അറിഞ്ഞ് പഞ്ചായത്ത് അംഗം കൃഷ്ണേന്ദു പ്രശാന്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചനെ വിവരമറിയിച്ചു. തുടർന്ന് KP ചാക്കോച്ചൻ കരാർ കമ്പനി അധികൃതരെ വിളിച്ച് എത്രയും പെട്ടെന്ന് കുഴികളടക്കാൻ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് തൃശൂർ ഈസ്റ്റ് മേഖലാ സമ്മേളനം ചേർന്നു. രാവിലെ 9:30 മേഖലാ പ്രസിഡന്റ് MP തോമസ് പതാക ഉയർത്തി. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ രോഗത്തെ തുടർന്ന് പൂനെയിൽ വെച്ചായിരുന്നു അന്ത്യം. മാടത്തത്ര വൈദ്യുതി സബ്സ്റ്റേഷനിൽ പൊട്ടിത്തെറി. ഒല്ലൂർ, തൃശൂർ, മലപ്പുറം ഭാഗങ്ങളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. തൊഴിലുറപ്പ് തൊഴിൽ ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാർ നിയമത്തിനെതിരെ NREGWU മാടത്തത്ര പഞ്ചായത്ത് കമ്മിറ്റി പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. ഇരിട്ടിയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന ആനക്കൊമ്പ് മാന്നാമംഗലം വനപാലകർ പിടികൂടി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.